എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതും ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഒരു നാടൻ പലഹാരമാണ്. ശരിക്കും പറഞ്ഞാൽ ചായ തിളയ്ക്കുന്ന ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു ഗ്യാസിൻ്റെയൊക്കെ അവൈലബിലിറ്റി കുറഞ്ഞിരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് റെസിപ്പീസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു നാടൻ പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ പച്ചരിപ്പൊടിയാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ആ ഒരു അരിപ്പൊടിയാണ്. 1.5 കപ്പ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പൊടി ഇപ്പോൾ ഒരുവിധമുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ശർക്കരപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ശർക്കര ഉരുക്കുന്ന ആ ഒരു സമയമൊക്കെ നമുക്ക് ലാഭിക്കാം. അതുപോലെ തന്നെ ഗ്യാസും നമുക്ക് ലാഭിക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ശർക്കരപ്പൊടിയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ ഒരു മീഡിയം മധുരത്തിലാണ് ഞാൻ ഈ ഒരു അട തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് തിരുവിയ തേങ്ങ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചക്കപ്പഴമാണ്. അപ്പോൾ ഈ ഒരു അട വന്നിട്ട് നമ്മൾ ചക്കപ്പഴം കൂടി ചേർത്തിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 20 ചക്കച്ചുള എടുത്ത് വെച്ചിട്ടുണ്ട്. വരിക്ക ചക്കയുടെ ചുളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു കുരുവൊക്കെ കളഞ്ഞ് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു ചക്കപ്പഴം അരയ്ക്കുന്ന സമയത്ത് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചക്കപ്പഴത്തിൻ്റെ പേസ്റ്റും കൂടി നമ്മുടെ ഈ ഒരു കൂട്ടിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് നെയ്യാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു തേങ്ങയുടെ അതുപോലെ തന്നെ ശർക്കരയും അതുപോലെ തന്നെ ചക്കപ്പഴത്തിൻ്റെയൊക്കെ ആ ഒരു നനവിലാണ് ഈ ഒരു ബാറ്റർ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. നമ്മുടെ ആ ഒരു ചപ്പാത്തി മാവിനെക്കാട്ടിലും കുറച്ചൊരു ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ചക്കയുടെ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചക്കപ്പഴമൊക്കെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ചക്കപ്പഴമൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഇതുപോലുള്ള 4 മണി പലഹാരങ്ങൾ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരുപാട് പലഹാരം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഏലക്കാപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ചക്കപ്പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് വേണം ഇതിൽ മുന്നിട്ട് നിൽക്കാനായിട്ട്. ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് ഏലക്കാപ്പൊടി ചേർക്കുന്നില്ല. അപ്പം ഞാൻ ഇതെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഞാനിത് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മുടെ ചപ്പാത്തി മാവിനെക്കാട്ടിലും കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ടുള്ള ഒരു പരുവത്തിലാണ് ഞാനിത് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഒരു ബൗളിൽ കുറച്ച് വെള്ളവും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഈ ഒരു അട തയ്യാറാക്കുന്നത് നമ്മുടെ വഴനയിലയിലാണ്. ഈ ഒരു വഴനയില നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ തയ്യാറാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആ ഒരു വഴനയിലയുടെ ടേസ്റ്റും കൂടി നമ്മുടെ ഈ ഒരു അടയിൽ ഉണ്ടാവും. ഇനിയിപ്പോൾ ഇത് അവൈലബിൾ അല്ല എന്ന് വരികിൽ നമ്മുടെ സാധാരണ വാഴയിലയിലും നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മാവിൽ നിന്നും കുറച്ച് മാവെടുത്ത് ഇതുപോലൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല നൈസായിട്ട് തന്നെയാണ് ഞാനിത് പരത്തിയെടുത്തിരിക്കുന്നത്. നല്ലപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലൊന്ന് മടക്കിയെടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള അടയും കൂടി പരത്തിയെടുക്കാം. ഈ ഒരു ചക്കയുടെ വന്നിട്ട് വഴനയിലയിൽ തയ്യാറാക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക രുചിയാണ്. കയ്യിലുള്ളവർ മാക്സിമം വഴനയിലയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ നോക്കുക. അപ്പം ഞാൻ ഇതെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലൊരു അരിപ്പയിൽ വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഒറ്റ ട്രിപ്പിൽ തന്നെ വേവിച്ചെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതില്ലാന്ന് വരികിൽ നമ്മുടെ സാധാരണ ഇഡ്ലി ചെമ്പിൻ്റെ കൂടെ വരുന്ന ഒരു സ്റ്റീമർ ഉണ്ടാവുമല്ലോ, അതിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു അട പരത്തുന്ന സമയത്ത് തന്നെ ഞാൻ ഇഡ്ലി ചെമ്പിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമെല്ലാം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഒന്ന് ആവിയേറ്റിയെടുക്കാം. നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതിയാകും. ശരിക്കും പറഞ്ഞാൽ ചായ തിളയ്ക്കുന്ന ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അടയെല്ലാം റെഡി ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇഡ്ലി ചെമ്പൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ അടയെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സ്റ്റവ് ഓഫ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ
ചക്കയട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയാണ്. ഇലയിലൊന്നും ഒട്ടും തന്നെ ഒട്ടി പിടിച്ചിട്ടില്ല. വൈകുന്നേരങ്ങളിൽ നല്ല ചൂട് ചായയുടെ ഒക്കെ കൂടി കഴിക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ പലഹാരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സമയമൊന്നും വേണ്ട. ജസ്റ്റ് നമ്മുടെ ചായ എടുക്കുന്ന ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അടയും റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു റെസിപ്പീസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ.